പകർച്ചവ്യാധി മുന്നറിയിപ്പുകൾ കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷങ്ങളിലെ ഹോട്ട്സ്പോട്ടുകളിൽ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഡെങ്കിപ്പനി ബാധിച്ചവർക്ക് വീണ്ടും വൈറസ് ബാധ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ എടുക്കണം. ഈ വർഷം ഇതുവരെ 5013 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. മഴക്കാലം തുടങ്ങുന്നതോടെ പകർച്ചവ്യാധി കണക്കുകൾ ഇനിയും ഉയരാനാണ് സാധ്യത. ഡെങ്കു പടർന്നു പിടിച്ച് 2017 21,993 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ശരാശരിയേക്കാൾ 5 ഇരട്ടി. 165 മരണവും ആ വർഷം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരം 10,734 പേർക്ക് ഡെങ്കിപ്പനി പിടിപെട്ടു. ഈ വർഷം പകുതിയാകുമ്പോഴേക്കും ഡെങ്കി സ്ഥിരീകരിച്ചത് 5,013 പേർക്ക്. മഴ കൂടുതലുള്ള ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് ഡെങ്കി കേസുകൾ ഉയരാറുള്ളത്. ജൂലൈയിൽ സംസ്ഥാനത്ത് അതിവ്യാപനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യമന്ത്രി തന്നെ മുന്നറിയിപ്പ് നൽകുന്നത് ഇതിനകം തന്നെ ഉയർന്ന കണക്കുകളുടെ പശ്ചാത്തലത്തിലാണ്. പേരിനുള്ള മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ ഒതുങ്ങിപ്പോകരുത് മുൻകരുതലുകളെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. മുൻവർഷങ്ങളിൽ ഡെങ്കി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശങ്ങളിൽ കർശന ജാഗ്രത വേണം. ഈ പ്രദേശങ്ങളിൽ ഈഡിസ് കൊതുകുകൾ പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൊതുകുകൾ മുട്ടയിടുമ്പോൾ ഈ വൈറസ് മുട്ടയിൽ ഇരിക്കുകയും ഏറെക്കാലം ഉണക്കുകാലത്തിന് ശേഷം മഴ പെയ്യുമ്പോൾ ഈ മുട്ടകൾ വിരിഞ്ഞു വരികയും ഈ മുട്ടകളിൽ മുൻപേ ഉണ്ടായിരുന്ന ഡെങ്കി വൈറസ് ഉണർന്നു വരികയും ചെയ്യും. അതുകൊണ്ട് ഒരു പ്രദേശത്ത് ഡെങ്കിപ്പനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്തിന് ശേഷം ആ ഭാഗത്ത് മഴ പെയ്യുമ്പോൾ വീണ്ടും ഡെങ്കിപ്പനി ഉണ്ടായി വരുന്നതിന് ഒരു കാരണം ഇതാണ്. ഒരിക്കൽ ഡെങ്കിപ്പനി ഉണ്ടായവരിൽ റീഇൻഫെക്ഷൻ തടയുന്നതും പ്രധാനം. 4 സീറോ ടൈപ്പ് ഡെങ്കി വൈറസുകളുണ്ട്. രണ്ടാമത് രോഗം പിടിപെടുമ്പോൾ ആദ്യം ഡെങ്കിക്ക് കാരണമായ സീറോ ടൈപ്പ് വൈറസിന് പകരം മറ്റൊരു സീറോ ടൈപ്പ് വൈറസാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നതെങ്കിൽ രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. രോഗം തിരിച്ചറിയാതെ പോകുന്നതും ഇതിനാൽ അപകടകരമാണ്. രോഗം സംശയിച്ചാൽ വൈദ്യസഹായം തേടാൻ വൈകരുത്. രോഗബാധിതരെ കടിക്കുന്ന കൊതുക് വഴി മറ്റുള്ളവരിലേക്ക് രോഗം പകരും. ഇതൊഴിവാക്കാൻ ഡെങ്കി ബാധിതർ കൊതുകുവല പോലുള്ളവ ഉപയോഗിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അത്യന്തം അപകടകരമായൊരു പകർച്ചവ്യാധി കാലം മുന്നിൽ കാണണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.